ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന പൂരിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് 2.5 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. അതിൽ ആവശ്യത്തിന് ഉപ്പും 2 ടീസ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത ശേഷം വേണം വെള്ളം ഒഴിച്ച് പച്ചവെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് കട്ടിയോട് വേണം കുഴച്ചെടുക്കാൻ. ചപ്പാത്തി മാവിനെ മാതിരി ലൂസായി കുഴച്ചെടുക്കരുത്. ലൂസായി കുഴച്ചെടുത്താൽ എണ്ണ നന്നായി പൂരിയിൽ പിടിക്കും. അപ്പോൾ ഈ രീതിയിൽ വേണം കുഴച്ചെടുക്കാൻ. ഇത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്ത ശേഷമാണ് പരത്തിയെടുക്കുന്നത്. കുറച്ച് കരത്തിൽ വേണം പരത്തിയെടുക്കാൻ. അപ്പോൾ എല്ലാം നന്നായി പരത്തിയ ശേഷമാണ് ഞാനിത് ചുടാൻ നിൽക്കുന്നത്. റിഫൈൻഡ് ഓയിലാണ് ചുട്ടെടുക്കേണ്ടത്. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച ശേഷം നന്നായി മുങ്ങുന്ന രീതിയിൽ വേണം എണ്ണ എടുക്കാൻ. റിഫൈൻഡ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഒഴിച്ചാൽ വെളിച്ചെണ്ണ നന്നായി പിടിക്കുന്നതാണ്. അപ്പോൾ റിഫൈൻഡ് ഓയിൽ വേണം പൂരിയൊക്കെ ചുട്ടെടുക്കാൻ. അപ്പോൾ നന്നായി തിളച്ച ശേഷം വേണം പൂരി ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇതുമാതിരി നന്നായി പൊങ്ങി നല്ല പൂരി നമുക്ക് ചുട്ടെടുക്കാം. ഇതിൽ എണ്ണ അധികം പിടിക്കത്തുമില്ല. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് വേണം പൂരി ഉണ്ടാക്കിയെടുക്കാനും. അപ്പോൾ എല്ലാവരും നന്നായി ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും എന്നെ കാണാം. അതുവരേക്കും ബൈ.